നമ്മൾ ന്യൂസ് 18 കൊടുത്ത വാർത്തയാണ്. ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചെത്താൻ ഒപ്പം തന്നെ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ മന്ത്രിമാരാകാൻ സ്വപ്നം കാണുന്ന എംപിമാരെ കുറിച്ചുള്ള വാർത്തകൾ ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതാണ്. അക്കാര്യം അടൂർ പ്രകാശ് UDF കൺവീനർ സ്ഥിരീകരിച്ചതാണ്. അതിന്റെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ പല കോണുകളിൽ നിന്നും കണ്ടതാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന മന്ത്രിമോഹം മൂലം കേരളത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന മറ്റൊരു എംപിയുടെ വാർത്തയാണ് ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ടത്. അത് മറ്റാരുമല്ല, കേരളത്തിന്റെ കൊല്ലത്തിന്റെ സ്വന്തം പ്രേമലുവായ NK പ്രേമചന്ദ്രനാണ്. അദ്ദേഹം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു, ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ന്യൂസ് 18 ഇന്ന് പുറത്തുവിട്ട വാർത്ത. അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഇരവിപുരം മണ്ഡലമാണ്. അപ്പോൾ ഇരവിപുരം മണ്ഡലത്തിൽ നിയമസഭാ സ്ഥാനാർത്ഥിയാകണം എന്നത് കണ്ടുള്ള നീക്കങ്ങൾ NK പ്രേമചന്ദ്രൻ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചുവന്നു തുടിക്കുന്ന മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത് NK പ്രേമചന്ദ്രനൊപ്പം UDFനൊപ്പം പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് 2019 1,48,856 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പ്രേമചന്ദ്രൻ 2019 ആകുമ്പോൾ അത് 2024 ആകുമ്പോൾ അത് 1,50,000 മുകളിലേക്ക് വരെ ഉയർത്തിയാണ് കഴിഞ്ഞ തവണ വിജയിച്ചു പോകുന്നത്. പക്ഷേ 5 വർഷം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത. ഇരവിപുരം മണ്ഡലം നോട്ടമിട്ടുള്ള പ്രേമചന്ദ്രന്റെ നീക്കങ്ങൾ പക്ഷേ ഈ പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നു, കല്ലുകടിക്ക് ഇടയാക്കുന്നു എന്നതാണ് ന്യൂസ് 18 റിപ്പോർട്ട്. നമുക്കറിയാം, കൊല്ലം നിയമസഭാ സീറ്റിന് വേണ്ടി ഷിബു ബേബി ജോൺ മുന്നണിയിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് നിന്ന് മത്സരിക്കണം എന്നതാണ് ഷിബു ബേബി ജോൺ ആഗ്രഹിക്കുന്നത്. അതിനിടയിലാണ് പ്രേമചന്ദ്രന്റെ ഈ നീക്കം വരുന്നത്. അതാണ് ഈ പാർട്ടിക്കുള്ളിലുള്ള കല്ലുകടി മറ്റ് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും തുടർച്ചയായ 2 തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തോടെ നിയമസഭയിൽ പ്രാതിനിധ്യം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് RSP ഉള്ളത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവർക്ക് നിലനിൽപ്പിന്റെ ഒരു പോരാട്ടമാണ്, ഒരു ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് കൊല്ലം മണ്ഡലത്തിൽ ഷിബു ബേബി ജോണിനെ കളത്തിലിറക്കാൻ RSP തയ്യാറെടുക്കുന്നത്. UDFൽ അവകാശവാദം അതിനായി ശക്തമായവർ ഉന്നയിക്കുന്നത്. ഇതിനിടെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ MP കൂടിയായ NK പ്രേമചന്ദ്രനും അസംബ്ലി സീറ്റ് മോഹവുമായി എത്തുന്നത് ഈ നീക്കങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആശങ്ക. 2016 21 കൈവിട്ടുപോയ ഇരവിപുരം അല്ലെങ്കിൽ ചവറ, ഇതാണ് NK പ്രേമചന്ദ്രന്റെ മുന്നിലുള്ള ലക്ഷ്യങ്ങൾ. ഇത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് NK പ്രേമചന്ദ്രന്റെ നീക്കം. ഇരവിപുരം അദ്ദേഹത്തെ ജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ്. അവിടേക്ക് എത്താൻ കഴിയുമോ എന്നതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കൊല്ലം സീറ്റിന് വേണ്ടിയുള്ള പാർട്ടിയുടെ അവകാശവാദത്തിന്റെ ആക്കം കുറയ്ക്കുമെന്ന വിലയിരുത്തലാണ് ഇതിനെതിരെ രംഗത്ത് വരാൻ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ ഷിബു ബേബി ജോണിനെ പ്രേരിപ്പിക്കുന്ന ഘടകം, ഷിബു ബേബി ജോണിനെ അസ്വസ്ഥനാക്കുന്ന ഘടകവും അതുതന്നെയാണ്. ഈ ഇടത് പ്രതീക്ഷകൾ ഇപ്പോൾ RSPക്കുള്ളിൽ ഇത്തരം ചില ആശയപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രണ്ടുപേരുടെയും താല്പര്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ ഇടതുപക്ഷവും ചില മനക്കോട്ടകൾ കെട്ടുന്നുണ്ട്. അത് ഷിബു ബേബി ജോണിനെ ഇടതു പാളയത്തിൽ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഒരു അസ്വസ്ഥത ഉടലെടുക്കുമ്പോൾ അതിനെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കാമെന്നുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. കൊല്ലം സീറ്റ് കോൺഗ്രസ് RSPക്ക് വിട്ടു നൽകിയില്ലെങ്കിൽ അത് അവസരമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ LDF നടത്തുന്നത്. UDFനുള്ളിൽ സ്വരച്ചേർച്ചയില്ലായ്മ എന്നത് നേരത്തെ തന്നെ ഷിബു ബേബി ജോൺ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ഷിബു ബേബി ജോണിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നതാണ് CPM നടത്തുന്ന നീക്കം. UDFന് ഭരണം ലഭിച്ചാൽ ഒരു മന്ത്രിസ്ഥാനമേ ലഭിക്കൂ എന്നതാണ് NK പ്രേമചന്ദ്രനെയും ഒപ്പം തന്നെ ഷിബു ബേബി ജോണിനെയും സുരക്ഷിത മണ്ഡലങ്ങൾ തേടാൻ നിർബന്ധിതരാക്കുന്ന ഘടകം. നമുക്കറിയാം, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രൻ അവസാനമായി മത്സരിക്കുന്നത് 2011 അന്ന് ചവറ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും UDFലെ ഷിബു ബേബി ജോണിനോട് NK പ്രേമചന്ദ്രൻ പരാജയപ്പെടുകയായിരുന്നു. 2014 മുതലാണ് വലിയ മാറ്റങ്ങൾ NK പ്രേമചന്ദ്രന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചു. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് RSP കേരള ഘടകം ഇടതുമുന്നണി വിട്ടു, UDFൽ ചേർന്നു. അതുവരെ ഇടതുമുന്നണിയുടെ തീപ്പൊരി പ്രാസംഗികനായിരുന്ന
പ്രേമചന്ദ്രൻ അതോടെ UDFന്റെ ഭാഗമായി മാറി. ഏറെ വൈകാതെ തന്നെ ഷിബു ബേബി ജോണിന്റെ RSP ബിയും AA അസീസിന്റെ RSPയും തമ്മിൽ ലയിച്ചു. ഒറ്റ പാർട്ടിയായപ്പോൾ UDF ഘടകകക്ഷിയായി തുടരുകയാണ്. അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉടലെടുക്കുന്നത്. ഇനി NK പ്രേമചന്ദ്രന്റെ ഇപ്പോഴത്തെ ഒരു നീക്കം RSPയിൽ ഒരു പിളർപ്പിലേക്ക് നയിക്കുമോ എന്നതാണ് വലിയ ആശങ്കയായി ഉയരുന്ന ഘടകം. അത്തരമൊരു നീക്കം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഷിബു ബേബി ജോണിനെ അടുപ്പിക്കുക അല്ലെങ്കിൽ അസ്വസ്ഥനാണ് എങ്കിൽ ആ സാഹചര്യം ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം പലകുറി ഒരാളുടെ താല്പര്യത്തിന് വേണ്ടി മാത്രമുള്ള പാർട്ടി എന്നൊക്കെ RSPയെ സംബന്ധിച്ച് പല വിമർശനങ്ങൾ ഉയരുന്നതാണ്. അപ്പോൾ ഇപ്പോഴും NK പ്രേമചന്ദ്രന്റെ അത്തരമൊരു താല്പര്യവും അഭിലാഷവും ഒരു പക്ഷേ RSPയെ വീണ്ടും ഒരു പിളർപ്പിലേക്ക് നയിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും രണ്ടു കൂട്ടരും പിടിവാശിയിലാണ്. അവർ അവരുടേതായ നീക്കങ്ങളിലാണ്.